എല്ലാവർക്കും PSC ടിപ്സിന്റെ മെഗാ LDC ക്രാഷ് കോഴ്സിലോട്ട് സ്വാഗതം. അപ്പോൾ മറക്കരുത്, നിങ്ങൾ ഓരോരുത്തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ചേർക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലും ജോയിൻ ചെയ്യുക. നമുക്ക് ക്വിസസും ഒക്കെ നടത്താം. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. എല്ലാം ഫ്രീ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസിലാണ്, എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് സെൻറ്റൻസിനെ കുറിച്ച് ആദ്യം പഠിക്കാം. ഓക്കെ ഓക്കെ എന്താണ് സെൻറ്റൻസ്? വാട്ട് ഈസ് സെൻറ്റൻസ്? സെൻറ്റൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് വിച്ച് ഗിവ്സ് എ കംപ്ലീറ്റ് മീനിങ് ഓർ എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തെ തരുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ്, അല്ലെ വാക്കുകളുടെ സമൂഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ടല്ലേ. രാമ കിൽ രാവണ, രാമൻ രാവണനെ കൊന്നു. ഹർഷ ഗോസ് ടു ഓഫീസ്, ഹർഷ ഓഫീസിൽ പോകുന്നു. ഇതൊക്കെ എന്താണ്? സെന്റൻസിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പൊ സെന്റൻസിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം എളുപ്പത്തിനായിട്ട്. ആസ് എ പാർട്സ്, അതായത് ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. പിന്നെന്താ? ആസ് എ ഹോൾ, മൊത്തമായിട്ട്. ഓക്കെ, അതിന് ആസ് എ പാർട്സ്, ഭാഗങ്ങളായിട്ട് അതിനെ നമുക്ക് വീണ്ടും തരംതിരിക്കാം. ഒന്ന് പ്രൈമറി അനാലിസിസ്. എന്താണ് പ്രൈമറി അനാലിസിസ്? രണ്ടാമത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്. അപ്പോൾ ഭാഗങ്ങളായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, പ്രൈമറി അനാലിസിസ് എന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് എന്നും. അതിൽ പ്രൈമറി അനാലിസിസിൽ വരുന്നതാണ് സബ്ജക്റ്റ് ആൻഡ് പ്രിഡിക്കേറ്റ്. എന്താണ്? പ്രൈമറി അനാലിസിസിൽ നമ്മൾ എടുക്കുന്നതാണ് സബ്ജക്റ്റ് ആൻഡ് പ്രിഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് അനാലിസിസിൽ വരുന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിൽ വരുന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പം ആസ് എ ഹോൾ അഥവാ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ സെന്റൻസിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ നോക്കാം. അതിൽ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ബേസ്ഡ് ഓൺ മീനിങ്, നമുക്കിതിനെ നാലായിട്ട് തരംതിരിക്കാം. ഒന്ന് അസർട്ടീവ് സെന്റൻസ്, രണ്ടാമത്തത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, മൂന്നാമത്തത് ഇമ്പരറ്റീവ് സെന്റൻസ്, നാലാമത്തത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇതൊക്കെയാണ് അസർട്ടീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇനി ബേസ്ഡ് ഓൺ സ്ട്രക്ചർ നമുക്കിതിനെ മൂന്നായിട്ട് തരംതിരിക്കാം. സിമ്പിൾ സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് ആൻഡ് കോമ്പൗണ്ട് സെന്റൻസ്. ഓക്കെ, അതായത് മൂന്നാണ് നമുക്ക് തരംതിരിക്കുന്നു സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ: സിമ്പിൾ, കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്നാ നോക്കാം. അതായത് ഒരു സെന്റൻസ് അഥവാ ഒരു വാക്യം എടുക്കുമ്പോൾ അതിൽ പ്രധാനമായും കാണപ്പെടേണ്ട ഒന്നാണ് എന്ത്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഓക്കെ, ഇപ്പം ചില കുട്ടികളോട് ചോദിക്കുമ്പോൾ ഒരു സെന്റൻസിൽ എന്തെല്ലാം കാണും എന്ന് ചോദിക്കുമ്പോൾ ചില കുട്ടികൾ പറയും സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറയും. ചില കുട്ടികൾ പറയും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഒരു സെന്റൻസ് എടുക്കുമ്പോൾ അതിലെപ്പോഴും ഒബ്ജക്റ്റ് അഥവാ കർമ്മം കാണണമെന്നുണ്ടോ? ഇല്ല. അതായത് വരാം, വരാതിരിക്കാം. ഒരു സെന്റൻസ് എടുക്കുമ്പോൾ അതിൽ ഒബ്ജക്റ്റ് വരാം, വരാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പറയരുത് ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഉള്ളതെന്നൊരിക്കലും പറയരുത്. നമ്മൾ പറയേണ്ടത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉള്ളതെന്ന് പറയണം. ഓക്കെ, അതായത് മസ്റ്റായിട്ട് ഒരു സബ്ജക്റ്റും എന്ത് കാണും? വെർബും കാണുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ, സീത ടീച്ചേഴ്സ് വെൽ, സീത നന്നായിട്ട് പഠിപ്പിക്കുന്നു. ഇതിൽ ഏതാണ് സബ്ജക്റ്റ്? സീത എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, അല്ലേ? സബ്ജക്റ്റ് നൗണും പ്രോനൗണും ഒക്കെ വരാം. ഇനി ഇവിടെ ടീച്ചേഴ്സ് വെൽ എന്ന് പറയുന്നതാണ് എന്ത്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അതായത് മൊത്തം, അതായത് ഒരു സബ്ജക്റ്റിന് ശേഷം മൊത്തമായിട്ട് വരുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ വെർബ്. ഹിയർ വെർബ് ഈസ് ടീച്ചേഴ്സ്. ഇനി ഷീ ലവ്സ് പെറ്റ്സ്, അവൾ പെറ്റ്സിനെ സ്നേഹിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്, ഇറ്റ്സ് എ പ്രോനൗൺ. ഇനി ലവ്സ് പെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് പ്രെഡിക്കേറ്റ്. അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ വെർബ് ലവ്സ്. അപ്പോൾ പ്രെഡിക്കേറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് വെർബ്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സെൻറ്റൻസിലെ ഭാഗങ്ങളായിട്ട്, അല്ലെ പാർട്സ് ആയിട്ട് പഠിപ്പിക്കുക. രണ്ടായിട്ട് നമുക്ക് തരംതിരിച്ചു, അല്ലേ? അതിൽ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ്. അതായത് ഒരു സ്പീച്ചിൽ വരുന്ന പാർട്സ്. എത്ര എണ്ണം ഉണ്ട് പാർട്സ് ഓഫ് സ്പീച്ച്? 8 എണ്ണം ഉണ്ട് പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് ഒരു സ്പീച്ച് എടുക്കുമ്പോൾ മൊത്തം 8ഉം കൂടെ ചടിക്കറി വരുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതെല്ലാം വരാം എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ആദ്യത്തെ വിഭാഗം എന്താണ്? നൗൺ. രണ്ടാമത്തേത് പ്രോനൗൺ.
മൂന്നാമത്തത് വെർബ്. 4 adjective. 5 adverb. 6 preposition. 7 conjunction. 8 interjection. അപ്പം ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നത്? നൗൺ, പ്രോനൗൺ, വെർബ്, adjective, adverb, preposition, conjunction and interjection. നമ്മൾ മലയാളത്തിലും നമുക്ക് ഇതിൻ്റെ പേരുകളൊക്കെ നമുക്കറിയാം അല്ലേ? നൗൺ എന്ന് പറയുമ്പോൾ നാമം, പ്രോനൗൺ എന്ന് പറയുമ്പോൾ സർവനാമം, വെർബ് എന്ന് പറയുമ്പോൾ ക്രിയ, ആഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നാമവിശേഷണം, നാമത്തെ വിശേഷിപ്പിക്കുന്നത്, ആഡ്വർബ് എന്ന് പറയുമ്പോൾ ക്രിയാവിശേഷം, അതായത് നമ്മൾ ചെയ്യുന്ന ഈ വെർബിനെ വിശേഷിപ്പിക്കുന്നതായിട്ട് വരുന്നതാണ് ആഡ്വർബ് അഥവാ ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ അഥവാ ഗതി, ഇപ്പം മലയാള ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മളതൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? പിന്നെ കൺജങ്ഷൻ ഘടകം, ഇൻ്റർജെക്ഷൻ വ്യാക്ഷേപകം. നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിൽ ആദ്യം വരുന്ന നൗൺ എന്താണെന്ന് നോക്കാം. നൗൺ എന്താ മലയാളത്തിൽ പറയുന്നത്? നാമം. അതായത് പേരായ ശബ്ദത്തെ കുറിക്കുന്ന എന്തോ അതാണ് നാമം എന്ന് പറയുന്നത്, അഥവാ നൗൺ. ഇറ്റ്സ് എ നെയിം. എന്തിൻ്റെയൊക്കെ നെയിമാകാം? വ്യക്തികളുടെ, പേഴ്സൻ്റെ നെയിമാകാം, അല്ലെങ്കിൽ പ്ലേസ് സ്ഥലത്തിൻ്റെ ആകാം, പിന്നെ ദ തിങ്സ് സാധനങ്ങളുടെ ആകാം. അങ്ങനെ പേരിനെ കുറിക്കുന്ന ഒന്നാണ് നൗൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ടായിട്ട് സാധാരണഗതിയിൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒത്തിരി ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ പ്രോപ്പർ നൗണെന്നും കോമൺ നൗണെന്നും നമുക്ക് തരംതിരിക്കാം. അതായത് എന്താണ് ഈ കോമൺ നൗൺ? ഇപ്പം നമ്മൾ സ്ത്രീ എന്ന് പറയുന്നു അല്ലേ, ഒരു കോമൺ ആയിട്ടൊരു ഇതാണ്. പിന്നെ അതുപോലെ പുരുഷൻ കോമൺ ആണ്. ഇപ്പം നദി എന്ന് പറയുന്നത് കോമൺ ആണ്, അത് സാമാന്യമായിട്ട് പറയുന്ന ഒന്നാണ്. സാമാന്യമായിട്ടുള്ള നാമങ്ങളാണ് ഇതൊക്കെ അല്ലേ? ഇപ്പം ഫ്രൂട്ട് പഴങ്ങൾ, അല്ലെ ഫ്രൂട്ട്സ് പഴങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമാന്യ നാമമാണ്. ഇനി ഇതിനെ ഈ പറയുന്ന സാമാന്യ നാമങ്ങളെ നമ്മൾ എന്തെങ്കിലും പേര് കൊടുത്ത് വിശേഷിപ്പിക്കുകയാണ്. ഇപ്പം സ്ത്രീ അല്ലെ, വുമൺ എന്ന് പറയുമ്പോൾ ഞാനൊരു പേര് കൊടുക്കുക, മാളു അല്ലേ? മാളു എന്ന് പറയുന്നത് വുമൺ. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പറായിട്ട് നമ്മളൊരു പേര് കൊടുക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ അല്ലെങ്കിൽ സംജ്ഞാനാമം എന്ന് മലയാളത്തിൽ പറയും. സംജ്ഞ എന്ന് വെച്ചാൽ പേര്, സംജ്ഞാനാമം. പ്രോപ്പർ നൗൺ അതായത് നമ്മൾ ഇപ്പോൾ റിവർ എടുത്തു കഴിഞ്ഞാൽ നദിയാണല്ലേ, ആ നദിക്കൊരു പേര്, പല പല പേരുകളൊക്കെ അല്ലേ, പല പല നദികളുണ്ട്. ഇപ്പോൾ ഗംഗ അല്ലെ, യമുന അല്ലെ, ഇൻഡസ് റിവർ അതായത് സിന്ധു നദി. അപ്പോൾ ആ നദിക്കൊരു പേരാണ് അല്ലേ? നമ്മളൊരു പേര് സാമാന്യ നാമത്തിൽ നമ്മളൊരു എടുത്തൊരു പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു പഴങ്ങൾ, ഫ്രൂട്ട്, ഇപ്പം മാംഗോ അല്ലെ, ബനാന, ഇതൊക്കെ എന്താണ്? പ്രോപ്പർ. ഇപ്പം ബനാന എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രോപ്പർ നൗണാണ് അല്ലേ? ഇപ്പം മാളു എന്ന് പറയുന്നൊരു പ്രോപ്പർ നൗണാണ്. അതുപോലെ ഗംഗ എന്ന് പറഞ്ഞൊരു പ്രോപ്പർ ആണ്. എടുത്ത് പേര്, ഒരു സംജ്ഞ, ഒരു പേര് കൊടുക്കുകയാണ്, എടുത്ത് നമ്മൾ കൊടുക്കുക. അതായത് കോമൺ നൗണിന് നമ്മൾ എടുത്തൊരു പേര് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ഉപയോഗിക്കുകയാണ് വുമൺ, റിവർ, ഫ്രൂട്ട് എക്സെട്ര. പ്രോപ്പർ നൗൺ നമ്മൾ പേര് കൊടുക്കുന്ന ഒന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം സബ്ജക്റ്റ് ആൻഡ് പ്രിഡിക്കേറ്റും അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ നൗണിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ 7 കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റുള്ള ഗ്രാമർ പോർഷൻസ് ഒക്കെ തുടർച്ചയായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ചാനലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക. എക്സാമിനൊക്കെ നമുക്ക് നടത്തുന്ന എക്സാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം ക്ലാസ് വാച്ച് ചെയ്യുന്നതിന് എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.